ഗുഡ്നസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ കാഹളങ്ങളുടെ സപ്തഗണങ്ങളാണ് നാം ഇപ്പോൾ പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടു. ഈ കാഹളങ്ങളുടെ സപ്തഗണങ്ങളിലേക്ക് പോകുമ്പോൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഈ കാഹളങ്ങൾ മുഴക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഭീകര ദൃശ്യങ്ങൾ ചിലപ്പോൾ നമ്മെ അലോരസപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഇതെല്ലാം ആരാധന സമൂഹത്തിന്, തന്നെ പ്രിയപ്പെട്ട ജനത്തിന് ദൈവം നൽകുന്ന പ്രത്യുത്തരമായിട്ടാണ് നാം കാണേണ്ടത്. അപ്പോൾ ആരാധന സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇനി എത്ര നാൾ തങ്ങൾ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകണം, ഇനി തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് അങ്ങ് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള അവരുടെ നിലവിളിക്ക്, പരിദേവനങ്ങൾക്ക് പ്രത്യുത്തരം എന്ന നിലയ്ക്കാണ് ഈ കാഹളങ്ങളുടെ സപ്തഗണം ഇവിടെ അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ തൻ്റെ ജനത്തിന് ദൈവം നൽകുന്ന ഉത്തരം, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള, ഭൂവാസികളുടെ മേലുള്ള ഈ ശിക്ഷകൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരോട് കാണിക്കുന്ന ആ കരുണയുടെ ഒരു മറുവശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അഞ്ചാമത്തെ കാഹളം മുഴക്കിയപ്പോൾ ഉള്ള ഭീകര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി വീണ്ടും നമ്മൾ ആറാമത്തെ ആ കാഹള മുഴക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറേ കൂടി ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. തിന്മ ചെയ്യുന്നവരുടെ മേൽ ദൈവം ഇടപെടുന്നത്, അവർക്കെതിരെ തിരിയുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ആറാമത്തെ കാഹളം മുഴക്കുന്ന ആ വിവരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. ഈ ആദ്യത്തെ വാക്യത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിൽ നിന്നാണ് സ്വരം കേൾക്കുന്നത്. അതായത് ദൈവസന്നിധിയിൽ നിന്നുള്ള ആ ഒരു ശബ്ദം. അപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അപ്പോൾ ബലിപീഠത്തെക്കുറിച്ചുള്ള ആ ഒരു സൂചന. അപ്പോൾ ബലിപീഠത്തിൻ്റെ കീഴിൽ നിന്ന് ദൈവജനം, കൊല്ലപ്പെട്ടവർ നിലവിളിക്കുന്നത് നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യുത്തരമായിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാഹളങ്ങളുടെ ആ ഒരു സപ്തഗണം ദൈവജനത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഒരു പ്രത്യുത്തരം തന്നെയാണ്. ഇനി ഇവിടെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ആ കൊമ്പുകളിൽ നിന്ന് ഉള്ള ആ സ്വരം. അപ്പോൾ കൊമ്പുകളിൽ നിന്നുള്ള സ്വരം എന്ന് പറയുമ്പോൾ നാം അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കടക്കണം. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് കിടക്കാം. 1 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുന്ന 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ വാർത്ത അറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നെങ്കിലും അദോനിയയുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്നറിഞ്ഞ സോളമൻ രാജ ഉടനെ അവനെ കൊന്നുകളയെന്ന് പറഞ്ഞ് യഹോദായുടെ മകൻ ബനായയെ അയച്ചു. അപ്പോഴിവിടെ ഈ ദേവാലയത്തിലെ ബലിപീഠത്തിലെ വളർകോണുകളിൽ പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
കൊല്ലുവാനെ ആയിട്ട് ആരെങ്കിലും വന്നാൽ ഇതിൻ്റെ ഈ വളർകോണുകളിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകൾ പിടിച്ചാൽ അവരെ വധിക്കാൻ പാടില്ല എന്ന ഒരു നിയമമുണ്ടായിരുന്നു. അപ്പോൾ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണത്. അപ്പോൾ ഈ സുവർണ്ണ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ ദൈവജനത്തിന് നൽകുന്ന ആ ദൈവിക സംരക്ഷണത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയുള്ള ആ വിവരണം അത് ഭൂവാസികൾക്ക് ശിക്ഷയാണെങ്കിൽ അതിന് മറുവശത്ത് ദൈവജനത്തിന് നൽകുന്ന ഒരു സംരക്ഷണം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി തുടർന്ന് പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, അത് കാഹളം വഹിക്കുന്ന 6-ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അയച്ചുവിടുക. ഇപ്പോൾ യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ, അപ്പോൾ യൂഫ്രട്ടീസ് എന്ന ആ നദി അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു നദി തന്നെയാണ്. ദൈവം വാഗ്ദാനം ചെയ്ത ആ ദേശത്തിൻ്റെ ഒരതിർത്തിയായിരുന്നു ഈ യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത്. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ പലപ്പോഴും ഈ യൂഫ്രട്ടീസ് നദിക്കപ്പുറത്ത് നിന്നുള്ള സൈന്യങ്ങൾ വന്നാണ് ഇവരെ ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ളത്. അസീറിയക്കാരും ബാബിലോണിയക്കാരും ഒക്കെ അക്കൂട്ടത്തിൽ പെടുന്നവരൊക്കെ തന്നെയാണ്. ഇനി ഈ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുന്ന ആ കാലത്തും യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ ഉണ്ടായിരുന്ന പാർത്തിയൻ സൈന്യത്തെ എല്ലാവർക്കും ഭയമായിരുന്നു. AD 62 റോമൻ സാമ്രാജ്യത്തെ ഈ പാർത്തിയൻ സൈന്യം തോൽപ്പിച്ചു അത്രേ. അപ്പോൾ ഈ പാർത്തിയൻ സൈന്യം കുതിരപ്പടയ്ക്ക് പ്രസിദ്ധമായിരുന്നു. അപ്പോൾ ആ പ്രതീകങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവിടെ ആ യൂഫ്രട്ടീസ് വൻനദിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യൂഫ്രട്ടീസ് വൻനദിയുടെ അക്കരെ നിന്ന് വരുന്ന ഇവരെയൊക്കെ ഭീതിപ്പെടുത്തുന്ന ആ ഒരു മഹാസൈന്യം. ഇനി പറയുന്നു 4 ദൂതരെക്കുറിച്ച് പറയുന്നുണ്ട്. 4 ദൂതർ. ഇപ്പോൾ 4 ദൂതർ ഇത് നമ്മൾ വെളിപാടിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 4 ദൂതരെ കാണുന്നുണ്ട്. പക്ഷേ ആ ദൂതരിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ളവരാണ് ഇവിടെയുള്ള ദൂതർ. കാരണം ഇവിടെ പറയുന്നത് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അയച്ചുവിടുക എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാർ, അപ്പോൾ ബന്ധിതരായി കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ അത് ശിക്ഷിക്കപ്പെട്ടവർ എന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇവരും തിന്മയുടെ പ്രതീകം തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി 9-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ആ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന ആ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനോട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സാമ്യപ്പെടുത്താം. അപ്പോൾ പിശാചിനെ പോലെ ബന്ധിതരായിട്ടുള്ളവരാണ് ഇവർ. പത്രോസിൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിൻ്റെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ അവിടെയുമൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവരെല്ലാം ഈ തിന്മയുടെ ശക്തികളെല്ലാം ഈ ഇരുൾക്കുഴിയിൽ ബന്ധിതരായി നിർത്തുന്നതിനെക്കുറിച്ചൊക്കെ സൂചനയുണ്ട്. അപ്പോൾ ഇവിടെ ഈ 4 ദൂതന്മാരെക്കുറിച്ച് പറയുമ്പോഴും അത് തിന്മയുടെ ശക്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഇവരെക്കുറിച്ച് വീണ്ടും തുടർന്ന് പറയുന്നു. 15-ാമത്തെ വാക്യം, മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നുകളയാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന ആ 4 ദൂതന്മാർ വിമോചിതരായി. അപ്പോൾ തിന്മയുടെ ഈ ശക്തികൾ വിമോചിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ പറയുന്നു അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ സമയം, മണിക്കൂർ, ദിവസം, മാസം, വർഷം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് പ്രപഞ്ചത്തിലുള്ള ഓരോ സംഭവവികാസങ്ങളും എന്നാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നൊടുക്കുവാനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം. ഇപ്പോൾ മനുഷ്യരിൽ 1/3 ഭാഗത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പരിമിതമായിട്ടുള്ള ശിക്ഷാവിധിയാണ് അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക്
പറയാം. ഇനി തുടർന്ന് കുതിരപ്പടയാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു, 10,000ങ്ങളുടെ 20,000 മടങ്ങ്. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന ആ കുതിരയുടെ വളരെ ഭീകരമായിട്ടുള്ള ആ ദൃശ്യം ആണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഇവിടെ പറയുന്നു 10,000ങ്ങളുടെ 20,000 എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായ ആ തിന്മയുടെ ശക്തിയായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. ഇനി 17ാമത്തെ വാക്യത്തിൽ ഈ കുതിരയെ, ഈ കുതിരപ്പടയെ അവതരിപ്പിക്കുന്നു. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും ഇങ്ങനെ കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങൾ, കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ, അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന കുതിരകൾക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും ഒക്കെ നിറമുള്ള കവചങ്ങളെന്ന് പറയുമ്പോൾ തീയും ഗന്ധകവും ഒക്കെ പഴയ നിയമത്തിൽ പരമ്പരാഗതമായിട്ട് ഉള്ള ദൈവ ശിക്ഷയുടെയൊക്കെ അടയാളമാണ്. അപ്പോൾ തീയും ഗന്ധകവും ഒക്കെ വർഷിച്ച് ദൈവം സോദോം ഗൊമോറയൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തിന്മയുടെ ശക്തിക്കെതിരെ ദൈവം ഇടപെടുന്നതാണ് ഇവിടെ വിവരിക്കുക. ഇനി ഇവയ്ക്ക് സിംഹങ്ങളുടെ തല പോലെ, ഇവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവുമൊക്കെ പുറപ്പെടുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്ന മഹാമാരികൾ മൂലം മനുഷ്യരിൽ 3/4 കൊല്ലപ്പെട്ടു. എന്തെന്നാൽ ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെപ്പോലെ തലയുള്ളവയാണ്, തലകൾ കൊണ്ട് അവ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ ശക്തികളെല്ലാം വളരെ വിരൂപ ജീവികളായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സർപ്പങ്ങളോട് ഇതിനൊക്കെ ഉപമിക്കുന്നുണ്ട്. ഇനി സർപ്പങ്ങളോട് ഉപമിക്കുന്നതിനും ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് നമുക്ക് കരുതാം. കാരണം അക്കാലങ്ങളിൽ സർപ്പങ്ങളെയെല്ലാം ദൈവമായിട്ടൊക്കെ ആരാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കുന്ന ആ ദൈവങ്ങളൊക്കെ അത് തിന്മയുടെ ശക്തികളാണ് എന്ന് വീണ്ടും വീണ്ടും യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, വെളിപാടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്നത് വ്യാജ ദൈവങ്ങളിൽ നിന്നും ജനത്തെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. വ്യാജ ആരാധനയിൽ നിന്നും അവയെ യഥാർത്ഥ ആരാധനയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യാജ ആരാധനയും യഥാർത്ഥ ആരാധനയും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിവരണങ്ങളൊക്കെ കാണേണ്ടത്. അപ്പോൾ അവരൊക്കെ ദിവ്യങ്ങളായിട്ട് കരുതിയിരുന്ന ആ ശക്തികൾ അതൊക്കെ യഥാർത്ഥത്തിൽ പൈശാചിക ശക്തികളാണ് എന്ന് നാം കാണുന്നു. അപ്പോൾ ഇവിടെ എന്താണ് യോഹന്നാൻ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഭൗമിക തലത്തിൽ വ്യാപരിക്കുന്ന ആളുകളെ, ഭൂവാസികളെ എല്ലാം ആ ഭൗമിക ശക്തികൾ തന്നെ, അവരൊക്കെ വളർത്തി വലുതാക്കുന്ന ആ ശക്തികൾ തന്നെ, അവരൊക്കെ പടുത്തുയർത്തിയിരിക്കുന്ന ആ സംവിധാനങ്ങളാൽ തന്നെ ഇവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതും ഇവരൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതും ഇവിടെ യോഹന്നാൻ വിവരിക്കുന്നു. അപ്പോൾ അധർമ്മികളെ അവർ പിന്തുടരുന്ന വ്യവസ്ഥിതികൾ തന്നെയാണ് ഇവയ്ക്കെതിരെ തിരിയുന്നത്. അങ്ങനെയെങ്കിൽ ആരാധന സമൂഹം ചെയ്യേണ്ടതാണ് ഈ പ്രലോഭനങ്ങളിൽ പെടാതെ അവർ യഥാർത്ഥ ആരാധനയിലേക്ക് തിരിയണം. അപ്പോൾ ഈ വ്യാജ ആരാധനയെയും വ്യാജ ആരാധകരെയും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ, വളരെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആരാധന സമൂഹത്തെയാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മനോഭാവം, ആ തിന്മയിൽ നിന്ന്, അതിൽ നിന്നൊക്കെ അകലാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം, അതാണ് യോഹന്നാൻ ഇവിടെ ലക്ഷ്യം വയ്ക്കുക. അപ്പോൾ ഈ കാഹളങ്ങളുടെ ഈ മഹാമാരികൾ, കാഹളങ്ങൾ മുഴക്കുമ്പോൾ വരുന്ന മഹാമാരികളെല്ലാം തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവം ഇടപെടുന്നതാണ് വിവരിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികൾ അവരൊക്കെ ആരാധിക്കുന്ന ആ ദൈവങ്ങളാൽ തന്നെ, അവരൊക്കെ വളർത്തി വലുതാക്കിയ സംവിധാനങ്ങളാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു, ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവയിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ട് ആരാധന സമൂഹം കടപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ വീണ്ടും വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം, അപ്പോൾ ഈ ഒരു പീഡകൾ, ഈ ഒരു മഹാമാരികൾ, അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഈ
മഹാമാരികൾ വഴിയായിട്ട് ഈ ഭൂവാസികളെല്ലാം അനുതാപത്തിലേക്ക്, മനസ്താപത്തിലേക്ക് നയിക്കുക എന്നതാണോ ലക്ഷ്യം വയ്ക്കുന്നത്? അതിനുള്ള ഒരു ഉത്തരം നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഹളങ്ങളുടെ സപ്തഗണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തുടർന്ന് വരുന്നത് 20-ാമത്തെ വാക്യം മുതലുള്ളത്. അതൊന്ന് വായിക്കാം. ഈ മഹാമാരികൾ മൂലം മനുഷ്യരിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ചവർ പിശാചുക്കളെയും സ്വർണം, വെള്ളി, പിത്തള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കാതിരിക്കാൻ തങ്ങളുടെ കരവേലകളിൽ നിന്ന് മനസ്സ് തിരിഞ്ഞില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയിൽ നിന്നും അവർ മനസ്സ് തിരിഞ്ഞില്ല. അപ്പോൾ ഈ കാഹളങ്ങൾ മുഴക്കിക്കഴിയുമ്പോൾ വരുന്ന മഹാമാരികൾ മൂലം ഈ ഭൂവാസികളൊന്നും മനസ്സ് തിരിഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഇതിനെ പിൻചെല്ലുന്നവർക്ക് വലിയ ശിക്ഷ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവരിൽ ഒരു ഭാഗം കൊല്ലപ്പെടുന്നു എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇവയുടെ ഈ ഒരു ശിക്ഷ മൂലം ഈ ഭൂവാസികൾ ദൈവത്തിങ്കിലേക്ക് തിരികെ ഇല്ല എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ ഈ ശിക്ഷകൾ മനുഷ്യരെ അനുതാപത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ളതല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ദൈവം മനുഷ്യനൊക്കെ ശിക്ഷിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നുവെന്ന്. അപ്പോൾ ആ ഒരു ചിന്ത വെളിപാടിലെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം ഒരിക്കലും ശിക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ മനസ്താപത്തിലേക്ക് നയിക്കുകയില്ല. കാരണം ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും അവർ ഹൃദയം കഠിനമാക്കിയേ ഉള്ളൂ. നമുക്ക് പുറപ്പാട് കഥയിൽ നമ്മളത് കാണുന്നുണ്ട്. ഫറവോയെ ശിക്ഷിക്കും തോറും ബാധകൾ കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഫറവോയുടെ ഹൃദയം കഠിനമായി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഫറവോ മാനസാന്തരപ്പെടുന്നതായിട്ട് അവിടെയൊന്നും അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ശിക്ഷകളൊന്നും യഥാർത്ഥത്തിൽ ഭൂവാസികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഉദ്ദേശിച്ചുള്ളതല്ല. അപ്പോൾ ഇവിടെ ഇവരുടെ കരവേലകൾ എന്ന് പറയുമ്പോൾ ഇത് വിഗ്രഹങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതായത് ഇവരുടെയൊക്കെ ദൈവങ്ങളെന്ന് പറയുന്നത് അതൊക്കെ വെറും കരവേലകൾ എന്ന് തന്നെയാണ് യോഹന്നാൻ ഇവിടെ പറയുക. അപ്പോൾ തങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അതൊന്നും യഥാർത്ഥത്തിൽ ദൈവങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ദൈവങ്ങളെ എല്ലാം പിഞ്ചെന്ന് അവരുടേതായിട്ടുള്ള ആ രീതിയിൽ ജീവിക്കുമ്പോൾ അവർക്കൊരിക്കലും മാനസാന്തരത്തിൽ കടന്നു വരുവാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, അവർ കൊലപാതകത്തിൽ നിന്നോ മന്ത്രവാദത്തിൽ നിന്നോ വ്യഭിചാരത്തിൽ നിന്നോ മോഷണത്തിൽ നിന്നോ ഒന്നും അവർ മനസ്സിരിയുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ കൊലപാതകം എന്ന് പറയുമ്പോൾ എന്തർത്ഥം? കൊലപാതകം അത് മനുഷ്യൻ്റെ സഹവാസം അസാധ്യമാക്കുന്നതാണ്. അപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ടുള്ള ആ ഒരു അവസ്ഥാവിശേഷം അത് ഇല്ലാതാക്കുന്നു. ഇനി മന്ത്രവാദം എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്കെതിരായിട്ടുള്ള ആഭിചാര പ്രവൃത്തികളാണ്. അതും മറ്റുള്ളവരൊക്കെ ദ്രോഹിക്കുവാനായിട്ട് ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ. ഇനി വ്യഭിചാരം എന്ന് പറയുമ്പോൾ അത് ലൗകിക സുഖങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം തന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ വ്യാജ ആരാധനയ്ക്കുള്ള ഒരു പ്രതീകം കൂടിയാണ്. നമുക്കറിയാം, ഈ 17-ാമത്തെ അധ്യായത്തിൽ ബാബിലോണുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ തിന്മയുടെ വ്യവസ്ഥിതികളുമായിട്ട് ചേർന്ന് പോകുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകം തന്നെയാണ്. ഇനി മോഷണം, അതും ഈ വസ്തുക്കളിലുള്ള ആർത്തി, അതായത് ഭൗതിക വസ്തുക്കളിലുള്ള ആർത്തി. അപ്പോൾ ഇതെല്ലാം മനുഷ്യനെ വഴിതെറ്റിക്കുക. അപ്പോൾ ഇവയിൽ നിന്നൊന്നും അവ മനസ്സ് തിരിയുന്നില്ല എന്നാണ് പറയുക. 21-ാമത്തെ വാക്യം, തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയിൽ നിന്നും അവർ മനസ്സ് തിരിഞ്ഞില്ല. അപ്പോൾ വെളിപാടിലെ ആ കാഹളങ്ങളുടെ സപ്തഗണങ്ങളുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയായിട്ടും ഈ ഭൂവാസികൾ അവരുടെ പാപത്തിൽ തന്നെ നിലനിൽക്കുന്നതേ ഉള്ളൂ. ഇനി അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പോൾ നാം ന്യായമായിട്ടും നാം ചോദിക്കുന്നൊരു ചോദ്യം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ തീർച്ചയായിട്ടും ആരാധനാ സമൂഹം അവർ രക്ഷിക്കപ്പെടുന്നു.
അവർക്ക് രക്ഷയുടെ സന്ദേശം നൽകുന്നുണ്ട്. ഇനി അവർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അതാണോ ദൈവത്തിൻ്റെ പദ്ധതി? അപ്പോൾ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു കേന്ദ്ര ഭാഗമാണ് എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സപ്തഗണത്തിൽ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള തിന്മയുടെ ആ അവസ്ഥകളെയെല്ലാം അവിടെ അവതരിപ്പിച്ചു. ഇനി ആ തിന്മകളുടെ ആ സമൂഹത്തിൽ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആരാധന സമൂഹത്തെ നമ്മൾ അഞ്ചാമത്തെ മുദ്ര തുറക്കുമ്പോൾ കണ്ടു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി എത്ര നാൾ കൂടി എന്നുള്ള ചോദ്യം. ഇനി അതിനുശേഷം തിന്മയുടെ ശക്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടി ഒളിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇനി അതിനുശേഷം ഏഴാമത്തെ മുദ്ര തുറക്കുമ്പോൾ സ്വർഗത്തിൽ ഉള്ള അരമണിക്കൂർ നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ വിവരിക്കുന്നവയുടെയൊക്കെ ആന്തരാർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ അത് ആരാധന സമൂഹത്തിൽ പറയുന്നത് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയം. അപ്പോൾ അവിടെ ദൈവസന്നിധി നിൽക്കുന്ന സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന 144,000 പേര് വെളുത്ത വസ്ത്രം ധരിച്ച് കയ്യിൽ കുരുത്തോലകളുമായിട്ട് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ ആ പീഡകളിലൂടെ സഹനങ്ങളിലൂടെ എല്ലാം കടന്നുപോയിട്ട് ഈ ദൈവിക മഹത്വത്തിന് അവർ യോഗ്യരായിത്തീരുന്നു. 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യം നാം ഓർക്കുന്നുണ്ടല്ലോ. ആരാണ് ഇവരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം? ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അപ്പോൾ ആരാധന സമൂഹം ആ യേശുവിൻ്റെ ഉയർപ്പിൽ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷേ ഈ ഭൂവാസികൾക്ക് എന്താണ് സംഭവിക്കുക? അപ്പോൾ ആ ഒരു ഉത്തരത്തിലേക്ക് ആണ് നമ്മളിനി കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 6 കാഹളങ്ങളുടെ വിവരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി 7-ാമത്തെ കാഹളം അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി 7-ാമത്തെ കാഹളത്തിനും ഈ 6-ാമത്തെ കാഹളത്തിനും ഇടയ്ക്ക് ഉള്ള ഒരു ഇടവേള അത് നാം 10-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണും. 6-ാമത്തെ മുദ്ര കഴിഞ്ഞ് 7-ാമത്തെ മുദ്രയ്ക്ക് ഇടയ്ക്കുള്ള ആ ഒരു സമയം പോലെ ഒരു ഇടവേള പോലെ ഇവിടെയും ആ ഒരു ഇടവേള കാണും. അപ്പോൾ 7-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആഗമനം വിളംബരം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ആലയം അവിടെ തുറക്കപ്പെടുന്നതും അവിടുത്തെ സാന്നിധ്യം പ്രകടമാകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ ക്രോധവും ദൈവഭക്തർക്കുള്ള പ്രതിഫലവും ഈ 7-ാമത്തെ കാഹളത്തിൽ വിവരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് പറയാം, ജീവിതത്തെക്കുറിച്ച് പുതിയ ദർശനം ലഭിക്കുന്ന ആരാധന സമൂഹം അജയ്യരെന്ന് കരുതപ്പെടുന്ന ഭൗമിക ശക്തികളുടെ വിധിയും പരാജയവും ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിൻ്റെ ആത്യന്തിക വിജയവും ഇവിടെ തിരിച്ചറിയുന്നു. അപ്പോൾ കാഹളങ്ങളുടെ വിവരണത്തിൻ്റെ ആ അവസാന രംഗത്തേക്ക് വരുമ്പോൾ ആരാധന സമൂഹത്തിൽ ലഭിക്കുന്ന ആ ഒരു ഉൾക്കാഴ്ച, ഇനി ആ ഉൾക്കാഴ്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനൊരു ഇടവേള നമ്മൾ കാണുന്നു. എന്താണ് ആ ഇടവേള? ഈ ഒരു പശ്ചാത്തലത്തിൽ ദൈവജനത്തിനുള്ള ദൗത്യം എന്താണ്? ഭൂവാസികൾ അവരുടെ ഹൃദയം കൂടുതൽ കഠിനമാക്കുകയാണ് എങ്കിൽ അവർ നിത്യമായി നശിച്ചു പോവുക എന്നതാണോ ദൈവത്തിൻ്റെ പദ്ധതി? അതോ അവരും ദൈവത്തിലേക്ക് വരണമോ എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ പദ്ധതി? അപ്പോൾ ഈ അപ്പോക്കലിപ്റ്റിക് വിവരണങ്ങളുടെ ഇടയ്ക്ക് ചേർത്തിരിക്കുന്ന ആ ഒരു ഇടവേള, അത് പ്രവാചക വിളി 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. പിന്നീട് 2 സാക്ഷികളുടെ വിവരണവും. ഇപ്പോൾ ഇവിടെ പ്രവാചക വിളിയിൽ നമ്മൾ കാണും, അത് പ്രവചിക്കാനായിട്ടുള്ള ജനതകളോട് പ്രവചിക്കാനായിട്ടുള്ള ഒരു വിളിയാണ്. ഇനി 2 സാക്ഷികളുടെ വിവരണത്തിൽ സാക്ഷ്യം നൽകുന്ന പ്രവചിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ജനതകളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം 6-ാമത്തെ കാഹളത്തിൻ്റെ ആ സമാപനമായിട്ട് അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്നു എന്ന് പറയുമ്പോൾ ആരാധന സമൂഹത്തോട് പറയുന്നു, ഇനി അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണമെങ്കിൽ
അത് ദൈവത്തിൻ്റെ ഈ ശിക്ഷ വഴിയായിട്ടല്ല, അത് തങ്ങൾ നൽകുന്ന സാക്ഷ്യം വഴിയായിട്ടാണ് എന്നുള്ള സന്ദേശം നൽകുന്നു. അപ്പോൾ ഇനി ദൈവം അവിടെ ഇടപെട്ടത് വഴിയായിട്ടല്ല ഈ ഭൂവാസികൾ ദൈവത്തിലേക്ക് തിരികെ വരിക, അതിനുള്ള ദൗത്യം നമുക്കുള്ളതാണ്. അപ്പോൾ ആരാധന സമൂഹത്തിനുള്ള ഒരു ദൗത്യമാണ് ഇനി അടുത്ത് വരുന്ന അധ്യായങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ പ്രവാചക വിളി, അത് നമ്മളിനി അടുത്ത ക്ലാസ്സിലാണ് വിശദമായിട്ട് നമ്മൾ കാണും. ഈ പ്രവാചക വിളി അത് ആരാധന സമൂഹത്തിന് ലഭിക്കുന്ന ഒരു ദൗത്യം തന്നെയാണ്. ഇനി ആ ദൗത്യം അത് എപ്രകാരമാണ് അത് പൂർത്തിയാക്കേണ്ടത് എന്നത് 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികളുടെ വിവരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ സാക്ഷ്യം നൽകിക്കഴിഞ്ഞ് അവർ കൊല്ലപ്പെടുന്ന വിവരണം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജീവൻ കൊടുത്തു പോലും സാക്ഷ്യം നൽകുവാനായിട്ടുള്ള വിളി, അതുവഴിയായിട്ട് ഈ കഠിനഹൃദയരായിട്ടുള്ള ഭൂവാസികളെല്ലാം ദൈവസന്നിധിയിലേക്ക് വരും, ദൈവത്തെങ്കിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ വെളിപാടിലെ ഈ കാഹളങ്ങളുടെ വിവരണം അത് നമ്മെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും അതിൻ്റെ അവസാനം അത് ആരാധന സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന് നമ്മൾ കാണുന്നു. ഈ കഠിനഹൃദയരായിട്ടുള്ളവരെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് ആരാധന സമൂഹത്തിൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും വണക്കം.